പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതിന് പിന്നിൽ അതിനുശേഷം പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഇപ്പോൾ പ്രമോദ് സമരമുഖത്തേക്ക് നീങ്ങുകയാണ്. അമ്മയ്ക്കൊപ്പം മകനൊപ്പം പരാതി ഉന്നയിച്ച ഈ PSC അംഗത്വം നൽകാൻ 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതി ഉന്നയിച്ച് ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രമോദ് കോട്ടൂളി സ്വന്തം അമ്മയ്ക്കൊപ്പം മകനൊപ്പം പോവുകയാണ്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ 22 ലക്ഷം രൂപ ആരാണ് വാങ്ങിയത്, ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് കൈമാറിയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതുവരെ അവിടെ ഇരിക്കും എന്നുള്ളതാണ് പ്രമോദ് കോട്ടൂളിയുടെ നിലപാട്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസവും ഈ വിശദീകരണം നൽകാൻ വേണ്ടി എത്തപ്പോഴും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, ചിരിച്ചു കാണിക്കുന്നവരൊന്നും സുഹൃത്തുക്കളല്ല എന്നൊക്കെ പരസ്യമായി തന്നെ പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് പ്രമോദ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ശക്തമായൊരു നിലപാടിലേക്ക് പോവുക കൂടിയാണ് പ്രമോദ്. ഇനി എന്ത് പ്രതീക്ഷിക്കണം? ആര്യ, അന്ന് പാർട്ടിക്കായി വിശദീകരണം നൽകാനായി CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ പ്രമോദ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. തീ ഉണ്ടെങ്കിലേ പുകയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തുള്ള തന്റെ ശത്രുക്കൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്. ശ്രീജിത്തിന് അത്തരത്തിലുള്ള പലരുടെയും പിന്തുണ ലഭിച്ചിരുന്നു എന്നൊരു അഭ്യൂഹം അന്ന് തന്നെ പ്രമോദ് പറഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ താൻ അംഗമായിരുന്ന പാർട്ടി ഘടകത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓഫീസിലേക്കല്ല പ്രമോദ് പോകുന്നത്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ വീട്ടിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുമെന്ന വാദവുമായാണ് ഇപ്പോൾ പ്രമോദ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, താൻ ഒരു സഖാവാവുന്നതിന് മുൻപ് തന്റെ അമ്മയുടെ മകനാണ്. എനിക്ക് ഒരു ഭർത്താവ്, ഒരു മകൻ, ഒരു അച്ഛൻ എന്നുള്ള തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റണം. അതിനെ തുടർന്ന് ഇവർക്ക് 3 പേർക്കും മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ പ്രമോദ് മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് മുന്നിൽ ഒരു തലവേദനയായി കണ്ണൂരിൽ എത്തരത്തിലാണോ മനു തോമസ് വന്നത്, അത്തരത്തിലൊരു വെല്ലുവിളിയായി ഉയരാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇത്തരത്തിൽ പരാതി ഉന്നയിച്ച ആളുടെ വീട്ടിന് മുൻപിലെത്തി സത്യാഗ്രഹം ഇരിക്കുന്നതിന് മുൻപ് വിശദമായി മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു ഉറപ്പ് കൂടി ഇപ്പോൾ പ്രമോദ് നൽകുന്നുണ്ട്. മാത്രമല്ല, തനിക്കെതിരെ പ്രവർത്തിച്ച നേതാക്കളുടെ മുഴുവൻ പേരുകളും സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയും എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ പ്രമോദ് പറയുന്നുണ്ട്. ആര്യ, അതുതന്നെയാണ്. നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണോ ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിലെന്ന ചോദ്യത്തിന് അതൊക്കെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. ലക്ഷങ്ങളുടെ ഇടപാട് നടത്തുന്നവർക്കെതിരെ ഒരു പരാതിയുമില്ല, തനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതിയും ആരോപണം എന്നൊക്കെ നേരത്തെ പരസ്യമായി തന്നെ പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പാർട്ടി ഒരു നിലപാടെടുക്കുന്നു, ഒരു നടപടിയെടുക്കുന്നു. പ്രമോദ് കോട്ടൂളിക്കെതിരെ പ്രാഥമികമായ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. അതിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലും ജില്ലാ കമ്മിറ്റി എത്തിയത്. കാരണം ഔദ്യോഗിക പക്ഷം പ്രമോദിനെ പുറത്താക്കേണ്ട എന്നൊരു നിലപാടിലായിരുന്നു. തരം താഴ്ത്തൽ മതിയോ എന്നുള്ളതായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പക്ഷേ അത് മതിയാകില്ല എന്ന ശക്തമായ നിലപാടാണ് മറുവിഭാഗം എടുത്തത്. അങ്ങനെയാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. സാമ്പത്തിക ഇടപാടിൽ തെറ്റായ സന്ദേശം നൽകുന്ന നടപടികൾ പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടി പുറത്താക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് വളരെ ശക്തമായി അപ്രതീക്ഷിതമായ ഒരു നീക്കം പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം, ആരുടെയെങ്കിലും പേര് പറയാൻ പ്രമോദ് കോട്ടൂളി തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എന്തായാലും പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുള്ളത് പ്രമോദ് കോട്ടൂളിക്കെതിരെ. ആ പേരുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പരാതി നൽകി 22 ലക്ഷം രൂപ കോഴ ചോദിച്ചു എന്ന് പരാതി നൽകിയ വ്യക്തിയുടെ വീട്ടിലേക്ക്, ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയും അമ്മയും മകനും ഒപ്പം പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുന്നുണ്ട്. അവിടെ വന്ന് കഴിഞ്ഞ ആരുടെയെങ്കിലും പേര് പറയുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ ഒരു പക്ഷേ നോക്കിയിരിക്കുന്ന കാര്യം.